കോഴിക്കോടും കനത്ത മഴയാണ്. കനത്ത മഴയിൽ കട്ടിപ്പാറ മണ്ണാത്തി ഏറ്റുമല ഇടിഞ്ഞു വീണു. മലയുടെ ചെറിയ ഭാഗമാണ് അടർന്നു വീണത്. ആവശ്യമെങ്കിൽ സമീപത്ത് താമസിക്കുന്ന 17 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, എന്താണ് കോഴിക്കോട് ജില്ലയിലെ സാഹചര്യം? അസിത, നിലവിൽ അല്പം കോഴിക്കോട് നഗരഭാഗങ്ങളിൽ മഴ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ആശ്വാസകരമായ ഏറ്റവും പുതിയ വാർത്ത. കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലകളും അതുപോലെ തന്നെ തീരപ്രദേശ മേഖലയിലും മഴ ഇടവേളകളില്ലാതെ പെയ്യുന്നുണ്ട്. ഇന്ന് സ്വാഭാവികമായും ജില്ലയിൽ മഴ പരക്കെ പെയ്യുന്നത് കൊണ്ട് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അസിത സൂചിപ്പിച്ച പോലെ ഈ താമരശ്ശേരി കട്ടിപ്പാറ ഭാഗത്താണ് ഈ മല ഇടിഞ്ഞു വീണത്. അതിൽ 17 കുടുംബങ്ങളാണ് പ്രഥമ ദൃഷ്ട്യാ ബാധിച്ചത്. ഇവരെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാവിധ നടപടികളും അവസാന ഘട്ടത്തിലാണ്. അത് മാത്രമല്ല, ഈ താമരശ്ശേരിയിൽ ഇന്ന് ഒരു വീട് മരം വീണ് തകർന്നിട്ടുണ്ട്. താമരശ്ശേരി വാഗപ്പൊയിൽ രാജേഷിൻ്റെ വീടാണ് കനത്ത മഴയിൽ മരം ഒടിഞ്ഞു വീണ് തകർന്നത്. അതുമാത്രമല്ല, ഈ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും ഒരു തെങ്ങ് വീണ് താമരശ്ശേരി പള്ളിപ്പുറം സ്വദേശി വാസുദേവൻ നമ്പൂരിയുടെ വീടും തകർന്നിട്ടുണ്ട്. ഈ താമരശ്ശേരി ആവോലം പൂക്കോട് റോഡിൽ പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ ഈ മരങ്ങൾ വീണ് വൈദ്യുതി ലൈൻ വിച്ഛേദിച്ച് വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് തൂണേരി പഞ്ചായത്തിൽ കിണർ താഴ്ന്ന വാർത്തയുമുണ്ട്. കോടഞ്ചേരി മാറാം വീട്ടിൽ ശോഭയുടെ വീട്ടിലെ കിണറാണ് താഴ്ന്നത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. അതുമാത്രമല്ല, കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം കൃഷ്ണൻ്റെ വീട്ടിലും ഇന്ന് പുലർച്ചെ ഉണ്ടായ ശക്തമായ മഴയിൽ മരം തകർന്നു വീണിട്ടുണ്ട്. കൂടരഞ്ഞി കൂമ്പാറ പുന്നക്കടവിൽ ഹംസയുടെ വീട്ടിലും അതുപോലെ തന്നെ തോട്ടത്തിൽ ഹനീഫയുടെ വീട്ടിലും ഈ മരം കടപുഴകി വീണ് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, കനത്ത മഴ പെയ്യുന്നതിനെ തുടർന്ന് വടകര ബാഹി ഭാഗത്തുള്ള ദേശീയപാതയുടെ സമീപത്തെ സർവീസ് റോഡുകളിൽ കുഴി രൂപപ്പെട്ട് ഫുൾ ചളി അടിഞ്ഞുകൂടിയ സാഹചര്യമുണ്ട്. ഇത് പ്രദേശത്തെ ഗതാഗത തടസ്സം രൂക്ഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നവർക്കും കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നവർക്കും ട്രാഫിക് ബ്ലോക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ പുറപ്പെടുവിക്കുന്നുണ്ട്. അനാവശ്യമായ പുറത്തേക്ക് പോകുന്ന യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നുള്ള കർശന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം പുറപ്പെടുവിക്കുന്നുണ്ട്. അസിത, ശരി, കോഴിക്കോട് വിവരങ്ങളാണ് ചേതൻ പങ്കുവച്ചത്.